ഹലോ മുത്തുമണീസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു മത്തി മുളകിട്ട കറിയാണ് കേട്ടോ കാണിക്കുന്നത്. ഞാനതിൽ ഇരുമ്പാമ്പുളി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ചില സ്ഥലത്തൊക്കെ ഓർക്കാപ്പുളി എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ ഇരുമ്പാമ്പുളി എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കപ്പ് ഇരുമ്പാമ്പുളി വേണം, കറിവേപ്പില, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ചെറിയുള്ളി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്കൊരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ചെറിയുള്ളി ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വാടി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. വാടിയതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടുത്തത് കറിവേപ്പിലയും പച്ചമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് രണ്ടും നമ്മൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് അടുത്തത് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള ഒരു തക്കാളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതും ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കാം. നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ നല്ല ഒരു വെന്തിട്ടൊരു കുഴഞ്ഞ രൂപത്തിലായിട്ടുണ്ട്. ഈ സമയമാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്തെടുക്കാൻ. ഇതിൽ ഞാൻ കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ മുളകും പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തീരെ എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്. അതുകൊണ്ട് പേരിൽ ഞാൻ 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മല്ലിപ്പൊടി ഇടാതെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് എല്ലാതും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിൽ ഇനി നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആരും പച്ചവെള്ളം ഒഴിക്കരുത്, അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം വേണം ഒഴിക്കാൻ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒന്ന് തിളക്കണം കേട്ടോ. തിളച്ചതിന് ശേഷമാണ് അതിൽ ഇരുമ്പാമ്പുളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൽ നമുക്ക് ഇരുമ്പാമ്പുളി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ആ മസാല എല്ലാം അതിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള വെള്ളം കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് എടുക്കുക. ഇനി മൂടി വെച്ചിട്ട് അതൊന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി വെള്ളം കൂടിയും ചേർത്തിട്ട് വെള്ളം എത്ര ആവശ്യം അതിനനുസരിച്ച് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. ഈ സമയമാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഞാനിതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ തിളച്ച് വരുന്ന സമയത്താണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചാറ് കുറുകി വരുന്ന വരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ച് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയമാണ് നമ്മളിതിൽ മീൻ ചേർത്ത് കൊടുക്കുന്നത്. മീൻ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് എല്ലാം എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക. കൂടുതലായിട്ട് കുത്തി ഇളക്കരുത്. അത് ഏത് മീനും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഓവറായിട്ട് കുത്തി ഇളക്കരുത്. ഇപ്പം മീനൊക്കെ ഇതാ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.